ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കൊട്ടിയൂർ അമ്പലത്തിലാണ്. കൊട്ടിയൂർ അമ്പലത്തിൽ ഓടപ്പൂ ഉണ്ടാക്കി വിൽക്കുന്ന നമ്മുടെ വത്സല ചേച്ചിയുടെ അടുത്താണ്. അപ്പോൾ വത്സല ചേച്ചി എങ്ങനെയാണ് ഓടപ്പൂ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരും. എങ്ങനെ ചേച്ചി ഇത് ഉണ്ടാക്കണം? ആദ്യം മുതലൊന്ന് പറയാമോ? ആദ്യം നമ്മൾ ഇവിടുന്ന് ഓടയ്ക്ക് പോകും. ഓടയ്ക്ക് പോയി കാട്ടിൽ പോയി അവർക്ക് പൈസയൊക്കെ കൊടുക്കണം. കാട്ടിൽ അവിടെ എല്ലാവർക്കും പൈസ എല്ലാം കൊടുത്ത് വേണം ഓട കൊത്തി വരാൻ. ഓട കൊത്തി വന്നിട്ട് നമ്മൾ ഇത് കൊണ്ടുവന്ന് ഇടിക്കാൻ കൊടുത്ത് ഇടിച്ച് പൂവാക്കി അതിന് വെള്ളത്തിലിട്ട് മാറ്റി 2 ദിവസം വെള്ളത്തിൽ മാറ്റി വെള്ളം മാറ്റണം. എന്നിട്ട് വേണം, അല്ലെങ്കിൽ ഇതിന്റെ പുളിപ്പ് പോയാലേ, അല്ലെങ്കിൽ മഞ്ഞ കളറാകും പൂ. പുളിപ്പ് പോയി ഇതുപോലെ വെള്ള കളറാവണേ വെള്ളത്തിലിടണം. എന്നിട്ട് കൊണ്ടുവന്ന് ചീകി അതിനെ ചീകി മറിച്ച് കെട്ടി അങ്ങനെയാണ് നമ്മൾ കടകളിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. അതിന് വിൽപ്പനയ്ക്കായ പൂക്കളാണ് ഈ കിടക്കുന്നതെല്ലാം നമ്മൾ ആ കടയിലേക്ക് കൊണ്ടുപോകാൻ. ഒരുപാട് പൈസ മുടക്കി നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് ഇടിച്ച് പൂവാക്കുന്നതിന് നല്ല പൈസ മുടക്കുണ്ട്. മലകളിലെല്ലാം എത്തിച്ചിട്ടാണ് ഓരോരുത്തർ ഇടിച്ച് കൊണ്ടുവന്ന് പൂവായി നമുക്ക് വീട്ടിലെത്തിക്കുന്നത്. ഉത്സവം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇപ്പോൾ ഒരു ഉത്സവം തുടങ്ങിയിട്ടിപ്പം 2-ാം തീയതി തുടങ്ങിയതാണ്. 2-ാം തീയതി തുടങ്ങി. അപ്പം നമ്മുടെ ഈ സ്റ്റോക്ക് ഇപ്പം നമ്മൾ 2-ാം തീയതി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 1 മാസം മുന്നേ പെർക്കൂഴം കഴിഞ്ഞാൽ ഓടയ്ക്ക് പോകാൻ തുടങ്ങും. പെർക്കൂഴം കഴിഞ്ഞിട്ട് ഓടയ്ക്ക് പോയാൽ പിന്നെ അന്ന് മുതൽ നമ്മൾ പൂവ് ശേഖരിച്ച് ഉണക്കി വെക്കും. ആദ്യം അങ്ങനെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ ആദ്യം കൊണ്ടുവന്ന് നമ്മളത് ഇടിക്കാൻ ഓരോ വീടുകളിലെത്തിക്കും. കെട്ടായിട്ട് അവര് വെട്ടി ചെത്തി ഇടിച്ച് പൂവാക്കി വെള്ളത്തിലിടും. പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന് നമ്മൾ ചീകി വീണ്ടും വെള്ളത്തിലിടും. എന്നിട്ട് പിഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ പൂക്കളാക്കി ബ്രഷ് വെച്ച് ബ്രഷ് അതെന്ന് വെച്ചാൽ അത് സൂചിയാണ്. അത് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഉണ്ടാക്കുന്നവരുണ്ട്. അതിന് 600 രൂപ മുതൽ 700 രൂപ വരെ വിലയുണ്ട്. അതിന് അതൊരു മുള്ളിന് അത് മേടിച്ച് ചീകി ഇതേപോലെ പൂവാക്കിയെടുക്കും. അപ്പൊ ഇതിന്റെ ഇത് തീരാണ്ടൊക്കെ വരുമോ സീസൺ കഴിയുമ്പോ? ഇല്ല, മിക്കവാറും എല്ലാം തീരും. നമുക്കൊക്കെ എന്ന് പറഞ്ഞാല് പൂ എത്താറില്ല സാധാരണ. ലാസ്റ്റ് നമ്മൾ പിന്നെ അവിടെ ഇവിടുന്നൊക്കെ കൊണ്ടുവരില്ല. അതുപോലെ പൂ തീരും. നമുക്ക് ഏകദേശം ഒരു ഇതുണ്ട്, നമുക്ക് പൂ തീരുന്ന ഒരു ഇതിൽ അറിയാം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾക്കൊന്നും ബാക്കി വരില്ല. സീസണിൽ മാത്രമേ ഉള്ളൂ. സീസണിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഇത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് നമ്മുടെ കടയിൽ ഒരു പൂ കൊണ്ടുവന്ന് കെട്ടും. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രം ഉണ്ട്, അവിടെയും കൊണ്ടുപോയി കെട്ടിയതിനൊക്കെ ശേഷമേ നമ്മൾ ഇതിന് പണി തുടങ്ങുള്ളൂ വിൽപ്പനയ്ക്കായിട്ട്. പിന്നെ മത്സ്യമാംസാദികളൊന്നും ഉണ്ടാവുകയില്ല, കഴിക്കില്ല ഇത് തുടങ്ങിയാൽ. പിന്നെ അതുപോലെ വ്രതത്തോടും ചിട്ടയോടും കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതുവരെ പെരുമാൾ നമ്മൾ എവിടെയും അങ്ങനെ ഈ ഒരു ഇത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ എത്ര പൂക്കൾ ഉണ്ടാക്കിയാലും ഇത് തീരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മളിത് ചെയ്യുന്നു. അത് നമുക്ക് ഭഗവാൻ തീർത്തു തരും. ഒരു പൂവിന് എത്രയൊക്കെ ചാർജ് ചെയ്യണം? ഒരു പൂവിന് 50 രൂപ, 40 രൂപ, ചെറിയ പൂവിന് 40 രൂപ മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ 40 എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ 20-ന് തരുമെന്ന് നിൽക്കും. പക്ഷെ നമുക്കൊരു പൂവ് ഇടിച്ച് നമ്മുടെ വീട്ടിലെത്തുന്നതിന് 25 രൂപയാണ് വില. പിന്നെ നമ്മൾ ചീകിക്കുന്നതിന് 7 രൂപയാണ്. അപ്പോൾ 25 അങ്ങനെ 32 രൂപയോളം നമുക്ക് ചെലവ് വരും. പിന്നെ നമ്മൾ വാടക, വലിയ വാടകയ്ക്ക് നമ്മൾ തറയെടുക്കുന്നത്. പിന്നെ തറ വാടക, നമ്മുടെ ചെലവ്, പിന്നെ പണിക്ക് ആളുണ്ട് അവരുടെ പൈസ എല്ലാം കൂടി നമ്മൾ വെക്കും. 10-60 രൂപ നമുക്ക് ഒരു പൂവിന്റെ മുകളിൽ ചെലവ് വരുന്നുണ്ട്. അന്നേരം ബാക്കി നമുക്ക് വിറ്റിട്ട് എന്തെങ്കിലും ഇപ്പൊ ഒരു 70 രൂപയുടെ പൂ വിറ്റാൽ 10 രൂപ നമുക്ക് അതെന്ന് വെച്ചാൽ നമ്മൾ ഇത് എടുത്ത് കുഞ്ഞിലേ മുതൽ കണ്ട് ശീലിച്ചുകൊണ്ട് നമുക്ക് ഈ പെരുമാളുടെ ഈ മുദ്ര ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. മനസ്സിന് വിഷമം മാത്രമല്ല, നമുക്ക് ആകെ ഒരു ഇതാ. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഇത് മുടങ്ങാതെ ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഇനി അങ്ങനെ മുമ്പോട്ട് ഭഗവാൻ കൊണ്ടുപോകുന്ന വിശ്വാസത്തോടെ ചെയ്യുന്നു. ഞാനും എൻ്റെ അമ്മയും ഇതിന്റെ പണി. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരോട് മേടിക്കുക. പിന്നെ ഒരാള് ഓരോരുത്തരോട് നമ്മൾ ഇങ്ങനെ വിലയ്ക്ക് മേടിക്കും. നമുക്ക് കാട്ടിൽ പോയി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അത് കാരണം ഇത് വയനാടൻ കാടുകളാണ് നമ്മുടെ ഇല്ല, ഇവിടെയൊന്നും ഇല്ല. നമുക്ക് വയനാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. ഇത് വയനാട്ടിലേ ഉള്ളു ഇപ്പോൾ ഓട. അതും പല സ്ഥലങ്ങളിലും പൂത്തുപോയി ഓട. അത് ഓട പൂത്ത 5-6-7 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ഓട ഉണ്ടാവുള്ളൂ. ഇവിടെയുള്ള കാടുകളിലെല്ലാം ഉള്ളത് പൂത്തുപോയി. അപ്പൊ എല്ലാരും പറയും ഇവിടെ നിങ്ങൾക്ക് കൊത്തിക്കൊണ്ട് വന്നിട്ട് ഉണ്ടാക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് നമ്മളിങ്ങനെയാണ് കൊണ്ടുവരുന്നത്. നമുക്കത് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരുപാട് വിഷമമുണ്ട്. ഇപ്പൊ 100 പൂ നമ്മൾ കൊണ്ടുവന്ന 100 പൂ പല പ്രാവശ്യമായിട്ട് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നമ്മുടെ വള്ളികളിൽ ഇതുപോലെ തൂക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. ഇത്തിരി നേരം വെള്ളത്തിൽ തന്നെ നമ്മൾ ഇത് പിഴിയലും വെള്ളം മാറ്റിയിടണം. അല്ലെങ്കിൽ പിന്നെ ഈ കളറ് മാറും പൂവിന്റെ.
മഞ്ഞ കളറാവും. ഇപ്പൊ വെള്ള പൂ കാണുമ്പോ ഇതെന്തോ കെമിക്കൽ ഇട്ടാണോ നിങ്ങൾ വെള്ള കളർ ആക്കുന്നത്, ഇത് ഒറിജിനൽ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ വെള്ളത്തിലിട്ട് പിഴിയുന്നതിന് പൂ തെളിഞ്ഞു തെളിഞ്ഞു വരും കളർ. അതിന്റെ ആ പുളിപ്പെല്ലാം പോയിട്ട് നല്ല തെളിച്ചാവും. ശിവലിംഗം പോലെ നമ്മൾ ഇത് ഈ പൂവ് ഇപ്പം കാണുമ്പോ നമുക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇതൊരു ശിവലിംഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ ശരിക്കും നോക്കുമ്പോ ഒരു ശിവലിംഗം പോലെയുണ്ട്. ഈ വള്ളി വിട്ട് കഴിഞ്ഞാൽ ഇതൊരു ശിവലിംഗം പോലെ തൊട്ടാല് ഒരു ശിവലിംഗമായി. പക്ഷെ ഈ വള്ളി എടുത്തു കഴിയുമ്പോ ഇതൊരു പൂണൂല് പോലെ എനിക്ക് തോന്നുന്നത്. എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതൊരു പൂണൂല് പോലെ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊരു ഭഗവാന്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു മുദ്രയാണ്. ഇതിന് ആൾക്കാർ വില പേശും. നമ്മളെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മള് ക്ഷേത്ര ദർശനം നടത്തി ഉടനെ തന്നെ വന്ന് നമ്മൾ ഓടപ്പൂ വാങ്ങി സുരക്ഷിതമായി വെച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാൻ പാടുള്ളൂ. മറ്റുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകാൻ പാടുള്ളൂ. പക്ഷെ ഇന്ന് കാണുന്നതെല്ലാം ആദ്യം തന്നെ അമ്പലത്തിൽ പോയി വന്ന് പിന്നെ ചട്ടികൾ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങി ലാസ്റ്റ് പോകാൻ നേരം നമ്മൾ പൂ മേടിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ല മേടിച്ചില്ല. എന്നിട്ട് അവർ വന്ന് നമ്മൾ ഒരു 50 രൂപ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് 50 രൂപയ്ക്കില്ല, നിങ്ങൾ കുറയ്ക്കുമോ, ഞങ്ങൾക്ക് 20 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിക്കുന്ന ജനങ്ങളാണ്. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാണ്. കാരണം നമ്മുടെ ഉറക്കം അളിച്ച് ഉണ്ടാക്കി ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അത്ര വിശ്വാസത്തോടെ ഇത് ഉണ്ടാക്കുന്ന ഈ ഒരു മുദ്രയ്ക്ക് ആരും ഒരു വില കൽപ്പിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം. നമുക്ക് പൈസ കുറയുന്നത് തന്നെയല്ല, പക്ഷെ പൈസ നമ്മളിപ്പം 10 രൂപ കുറച്ച് നമ്മൾ കൊടുക്കും. പക്ഷെ ഇതിനൊരു വില അവര് കൽപ്പിക്കുന്നില്ലല്ലോ. അതേസമയം അരവണ പായസം ഇല്ല, അങ്ങനെയൊന്നുമില്ല ചേച്ചി. എന്ന് വെച്ചാൽ ഞങ്ങള് തൃപ്പൂണിത്തുറ നിവാസികളാണ്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ മിക്ക വീടുകളിലും ഇത് തൂങ്ങിക്കിടപ്പുണ്ട്. അതെ, ഇത് നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ വില വേശി. ഇപ്പൊ ചെറിയ പൂ മതി, വലുത് മേടിക്കണമെന്നില്ല. ഒരു ചെറിയ പൂ നമ്മൾ അത് മേടിച്ച് നമ്മുടെ വീട്ടില് ഭഗവാനെ അടുത്ത വർഷം എനിക്ക് വന്ന് ഈ ഓടപ്പൂ വാങ്ങാൻ എനിക്ക് സാധിക്കണേന്ന് വിചാരിച്ച് ഈ പൂവ് നമ്മുടെ ഭവനത്തിൽ കൊണ്ട് കെട്ടും. അതിന്റെ ഐശ്വര്യം ഭഗവാൻ നമുക്ക് തരും. പിന്നെ ഈ പൂവ് നമ്മൾ ഈ കൊല്ലത്തെ പൂവ് നമ്മൾ കൊണ്ട് കെട്ടി അടുത്ത വർഷം നമ്മൾ ഭഗവാൻ നിശ്ചയിക്കണം നമുക്ക് വരേണ്ടിയെന്ന്. നമ്മൾ വരാനൊത്തെങ്കിൽ ഇവിടുന്ന് ഒരു പുതിയ പൂവ് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യം കെട്ടിയ പൂവ് അഴിച്ചിട്ട് നമ്മളൊരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ കത്തിച്ച് പിടിച്ച ആ പാത്രത്തിലേക്ക് ഇത് ചാരമായിട്ട് വീഴും. അത് നമുക്ക് അതൊരു ഭസ്മമായിട്ട് നമുക്കൊരു ഡബ്ബയിലിട്ട് വെച്ചിട്ട് അത് ദിവസം നമ്മൾ കുളി കഴിയുമ്പോൾ തൊടാം. ചന്ദനക്കുറി പോലെ ഇത് തൊടാം. ഭസ്മ ഭഗവാന് ഭസ്മാണല്ലോ ഇഷ്ടം. ആ ഭസ്മം നമുക്ക് തൊടാം. ഇല്ലേ, നമ്മളത് തൊടുന്നില്ലേ, നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ നമ്മൾ ഒഴുക്കി കളയും. നമ്മൾ പറമ്പിൽ വലിച്ച് ചാടരുത്. ഇത് ചവിട്ടി അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് വേസ്റ്റ് കൊട്ടയിലൊന്നും ഇടാൻ പാടില്ല. അതിനൊരു വിശ്വാസം ഭയങ്കര ഇത് തന്നെ. ഇതിന് വല്ല ചരിത്രം അങ്ങനെ ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സതീദേവി ഇവിടെ ആത്മഹുതി ചെയ്തതാണല്ലോ. നമ്മുടെ ഇവിടെ കൊട്ടിയൂര് സതീദേവി. ആ സതീദേവി ആത്മഹുതി ചെയ്തപ്പം ദക്ഷന്റെ യാഗത്തിന് ശിവനെ വിളിക്കാത്തതുകൊണ്ടാണല്ലോ, പിന്നെ ദേവിയോട് അച്ഛൻ ക്രൂരമായി സംസാരിച്ചുകൊണ്ടാണല്ലോ ദേവി ആത്മഹുതി ചെയ്ത് അഗ്നിയില്. അപ്പൊ ആ ഒരു ഇതിലാണല്ലോ ഇവിടെ പിന്നെ ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് ജടയെന്ന് ജട വലിച്ചെറിഞ്ഞ് അവിടുന്ന് പിന്നെ വീരഭദ്രൻ ജന്മം കൊണ്ട് ഈ ദക്ഷയാഗമൊക്കെ മുടക്കി തച്ചുടച്ച് മൊത്തം മുടക്കിയ ആ മുടക്കിയ ഇതില് പിന്നെ അന്നേരം ആ സമയത്ത് ഭഗവാന്റെ ഭൂതഗണങ്ങള് ഈ പിന്നെ ത്യാഗം ചെയ്തുകൊണ്ടിരുന്ന മുനിമാരുണ്ട്. അതിൽ ശിവഭക്തനായ ഭൃഗുമുനിന്റെ താടി വലിച്ചു പറിച്ച് ഓടയിലേക്ക് വലിച്ചെറി. ആ ഓടയിൽ ചെന്ന് വീണ്ടും ഇതുപോലെ ഓടപ്പൂക്കളായി മാറിയെന്നാ പറയുന്നത്. ആ ഓടപ്പൂക്കൾ ഭഗവാൻ ഒരു പ്രസാദമായിട്ട് ഭഗവാൻ ഇഷ്ടമായി എന്നുള്ളതാണ് ഈ ഓടപ്പൂവിന്റെ ഇത് പറയുന്നത്. ആ പൂവ് നമ്മളെ ഏറ്റവും ഭഗവാൻ ഏറ്റവും ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രസാദം ഓടപ്പൂ കഴിഞ്ഞിട്ടേ ഉള്ളു, ബാക്കിയില്ല. അന്ന് മുതൽ ആൾക്കാർ വരുമ്പോ പണ്ടൊക്കെ ഇതുപോലെ ആക്കി വിടില്ല. അന്ന് വരുന്ന മുതുമുത്തച്ഛന്മാര് ഇവിടെ നമ്മുടെ ഈ പുഴയിൽ ഇഷ്ടം പോലെ ഓട ഉണ്ടായിരുന്നു. ആ ഓട സ്വന്തമായി ചെറിയ പിച്ചാത്തി കൊണ്ട് മുറിച്ച് പുഴയിലെ കല്ല് വെച്ച് ഇടിച്ച് പൂവാക്കി അവരാ പിന്നെ പിച്ചാത്തി മോനെ കൊണ്ട് ഇങ്ങനെ ചീകി അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു. എന്റെ വല്യച്ഛനും എന്റെ അമ്മേന്റെ അച്ഛനൊക്കെ അങ്ങനെ ചെയ്തോണ്ടിരുന്ന ആദ്യം അവരായിരുന്നു ഈ കട ഇവിടെ കടയായിട്ട് കൊണ്ടുവന്നത്. പിന്നെ ഓടവടി ഉണ്ടായിരുന്നു. ആ ഓടവടിയിൽ ചെറിയ ഓടയിൽ ചെറിയ ചെറിയ കമ്പുകളാക്കി മുറിച്ചിട്ട് അതും വെക്കുമായിരുന്നു വിൽപ്പനയ്ക്ക്. അത് ഈ ഓടവടീന്റെ മുകളിൽ വയസ്സായ ആൾക്കാർ വരില്ലേ, അപ്പൊ അവര് ഈ ചെറിയ ഓടവടിയിൽ ഈ പൂവിന്റെ ഒരറ്റത്ത് ഈ പൂവ് കെട്ടും. എന്നിട്ട് അതിങ്ങനെ തോളത്ത് വെച്ച് ഹരിഗോവിന്ദ പറഞ്ഞ് പണ്ടുള്ള ആൾക്കാർ പോകുമായിരുന്നു. അന്ന് അത് എൻ്റെ ചെറുപ്പത്തിലുള്ള ഓർമ്മയിലാണ് അതൊക്കെ. അത് പുരോഗമിച്ച് പിന്നെ എല്ലാവരും കടകളാക്കി ഇതുപോലെ പൂവുകൾ ചീകി ഇതുപോലെ മുള്ളുകൾ കണ്ടുപിടിച്ച് ചീകി ഇതുപോലെ ശരിക്കും ഒറിജിനൽ താടി പോലെ ആക്കി വിൽപ്പനയ്ക്കാക്കി. അപ്പൊ ആ ഒരു ഇത് നമ്മുടെ അന്ന് മുതലുള്ള വിശ്വാസം ഞങ്ങൾ ഇന്നും കൊണ്ടുപോയി
എല്ലാവരും അതുപോലെ ശുദ്ധവൃത്തിയോട് കൂടി ചെയ്യുന്നവർ ഇത് കർമ്മമാണ്. കാരണം നമ്മൾ എന്നും ഓർക്കും പിന്നെ ഈ വർഷം നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോർക്കും ഭഗവാനെ ഇനി അടുത്ത വർഷം എനിക്കിത് ചെയ്യാനുള്ള എനിക്ക് തരണ ആയുസ്സും ആരോഗ്യം തരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അതേപോലെ ഈ ഓടപ്പൂ കൊണ്ടുവന്ന ഓരോ ഭക്തരും ഭഗവാനോട് ആ ഒരു അപേക്ഷ വേണം. ഒരു ഓടപ്പൂ വാങ്ങിയിട്ട് ഭഗവാനെ അടുത്ത വർഷം എനിക്ക് വന്നിട്ട് ഭഗവാന്റെ ഈ സന്നിധി വന്ന് എനിക്കൊരു ഓടപ്പൂ വാങ്ങി എൻ്റെ ഭവനത്തിൽ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കണേ എന്ന് വിചാരിച്ച ഓരോ ഭക്തരും ഇത് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ അത്രയ്ക്ക് ഇതിന് വിശ്വസിക്കുന്നുണ്ട്. അത്ര വിശ്വാസമുണ്ട്. വിശ്വാസം പോലെ തന്നെ ദൈവം ചേച്ചി രക്ഷിക്കും. ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ മനസ്സിന് ഭയങ്കര സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അപ്പോൾ കൊട്ടിയൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയും കൂടി ഉണ്ടാവും. ശരി, അടുത്ത വർഷം നമുക്ക് കാണാം. ശരി, അടുത്ത വർഷം ഞാനിവിടെ വരും. ഈ വീഡിയോ ആയിട്ട് ഈ വീഡിയോ ഞാൻ ചേച്ചിക്ക് അയച്ചു തരുകയും ചെയ്യാം. ശരി ശരി.